തിയേറ്റർ ഉടമകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു നഷ്ടത്തിലാണ്, മലയാള സിനിമ പ്രതിസന്ധിയിലാണെന്ന്. അപ്പോഴാണ് ദേ ആട് 3 വരാൻ പോകുന്നത്. ജനങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അന്നേരം ഈ സിനിമക്ക് വലിപ്പമുണ്ടെങ്കിൽ വലിപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഹ്യൂമർ വർക്കൗട്ട് ഇത് ചെയ്യും. ആ രീതിയിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് സാറിന് ഡ്യൂഡിനോട് ഇത്ര ഒരു പ്രിയം തോന്നാനുള്ള കാരണം? മതിയോ? അത് മതി, ഇനി ഇത് പിടി. റിട്ടയർ ചെയ്ത് പോണതിന് മുന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്കിനെ വെച്ചിട്ട് ഒരു പടം എടുക്കണം എന്നുള്ളതാണ്. ലാലേട്ടനായിട്ടുള്ള ഭദ്രൻ സാറിന്റെ പ്രോജക്റ്റ് അതിന് ഏതെങ്കിലും രീതിയിൽ ഓണാവാൻ സാധ്യതയുണ്ടോ? ഗംഭീരമായ കഥയായിരുന്നു. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഒരു മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നുണ്ടായിരുന്നു. 2018 എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ജൂഡ് കുറേ നാൾ നടന്നു. ഇതിൽ ജൂഡ് പറഞ്ഞു വിടുക, ഞാൻ പറഞ്ഞു വിടുക, ഞാൻ ഈ സിനിമ ചെയ്യാമെന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞേക്കണ ആർട്ടിസ്റ്റ് ഇതുവരെ കഥ കേട്ടിട്ടില്ല. അപ്പോൾ അതാണ് പുള്ളി അങ്ങനെ അത്ര എപ്പോഴും അങ്ങനെ സിനിമ ചെയ്യണ ആളുമല്ല. അപ്പോൾ ഈ റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ ഇതാണല്ലോ ഏറ്റവും ടെൻഷൻ. അവർക്കൊക്കെ ആ സമയത്ത് ഒരു നല്ല മനസ്സിൽ വളരെ മോശപ്പെട്ട സിനിമകൾ ഇറങ്ങുമ്പോഴാണ് പ്രേക്ഷകർ സംശയിക്കുന്നത് ഇത് ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടിയാണോ. 100 crore എന്ന് പറഞ്ഞാൽ ചെറിയ റിസ്ക് ഒന്നുമല്ല മലയാളം പോലത്തെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അതിൻ്റെ റിസ്ക് മൊത്തം പ്രൊഡ്യൂസറാണ് എടുത്താക്കണം. തിയേറ്ററെ സംബന്ധിച്ച് എന്താണ്, തിയേറ്റർ ഓൾറെഡി അവിടെ ഉള്ളതാണ്. ഈ സിനിമ അല്ലെങ്കിൽ വേറൊരു സിനിമ ഒരു എക്സ്പീരിയൻസ് ആയി. ഒരു ആക്ടർ ആണെങ്കിൽ ഒരു 3-4 സിനിമയിൽ ആക്ട് ചെയ്ത്, ഇപ്പോൾ ഒരു ഡയറക്ടർ ആണെങ്കിൽ ഒരു 3-4 സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. DOP ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരാണ് സത്യമായി. പല സിനിമയുടെയൊക്കെ എനിക്ക് ഒരു ദുരന്തം എന്ന് പറഞ്ഞതാണ്. അതിപ്പം ബഡ്ജറ്റൊക്കെ കയറി പോകും. ആദ്യം നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഒരു 10 CR എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കുറേ കഴിയുമ്പോൾ അവർ പറയും അത് കൂടിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, അതങ്ങനെയാണ്, അങ്ങനെ ആയിപ്പോയി. ഇല്ല നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന്. ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. ഈ പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സ് എനിക്ക് തോന്നുന്നു അവർ തന്നെ ഇടപെട്ട് നിർത്തിയതായിരിക്കും അല്ലേ. ഹൃദയം മാറ്റി വെക്കണ സർജറി ചെയ്യണ ഒരു ഡോക്ടറാണെങ്കിൽ പോലും അയാൾക്കൊരു ശമ്പളവും ഇതുണ്ടല്ലോ. ഇതിൽ ചെയ്യുന്ന ചില ടെക്നീഷ്യൻസ് ഒക്കെ ചോദിക്കണ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഒരു ശമ്പളം ചോദിക്കുന്നത്. ഈ പറയുന്ന ആക്ടറിന് പല ഇതും കുറേയും കൂടി ആഡ് ചെയ്യണം, കുറേയും കൂടി സ്ക്രീൻ പ്രസൻസ് വേണം, കുറച്ചും കൂടി ഇത് വേണം. ഞാൻ പറഞ്ഞു ഇനി സംസാരമില്ല. 2018 രേഖാചിത്രം മാളികപ്പുറം, വരാനിരിക്കുന്നത് ആട് 3. മലയാളി പ്രേക്ഷകർക്ക് കൈനിറകെ വിജയ സിനിമകൾ നൽകിയ പ്രൊഡ്യൂസർ വേണു കുന്നുപിള്ളി. സാർ, ഇപ്പോൾ മലയാള സിനിമയ്ക്ക് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു 2018 വന്നത്. ഇപ്പോൾ തിയേറ്റർ ഉടമകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു നഷ്ടത്തിലാണ്, മലയാള സിനിമ പ്രതിസന്ധിയിലാണെന്ന്. അപ്പോഴാണ് ദേ ആട് 3 വരാൻ പോകുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ രക്ഷകന്റെ റോളാണ് ഇപ്പോൾ വേണു കുന്നുപിള്ളി എന്നൊരു പരക്കെ എല്ലാവരും പറയുന്നുണ്ട്. സാർ, ഇപ്പോൾ ആട് 3ക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വളരെ എണ്ണം പറഞ്ഞ സിനിമകൾക്ക് മാത്രമേ ഇത്തരം ഹൈപ്പുകൾ വന്നിട്ടുള്ളൂ. ദൃശ്യം, ലൂസിഫർ. അപ്പോൾ ഈ ഒരു ഹൈപ്പ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഒരു പരിധി കഴിഞ്ഞുള്ള ഹൈപ്പുകൾ ഒരിക്കലും സിനിമക്കൊരു ഗുണകരമല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷ കൂടി കഴിയുമ്പോൾ ആ പ്രതീക്ഷ എത്തിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിരാശയായിരിക്കും അതിൻ്റെ ഫലം വന്നത്. അപ്പോഴാണ് അവർ പല ലാഗുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ആയില്ല, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ അങ്ങനെ പല രീതിയിലും പറയും. അപ്പോൾ നമ്മളതുകൊണ്ട് മാർക്കറ്റിംഗ് വളരെ സൂക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഇതൊരു ലോകോത്തര സിനിമയാണെന്നാ അല്ലെങ്കിൽ കുറേ അധികം ബഡ്ജറ്റിൻ്റെ ഒരു ഇതൊന്നും നമ്മൾ ഒരിടത്ത് പറഞ്ഞിട്ടില്ല. അത് അപ്പോൾ നമ്മളുടെ ഒരു ഇത് ജനങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അന്നേരം ഈ സിനിമക്ക് വലിപ്പമുണ്ടെങ്കിൽ വലിപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഹ്യൂമർ വർക്കൗട്ട് ഇത് ചെയ്യും. ആ രീതിയിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമിത പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്രതീക്ഷയില്ലാത്ത സിനിമ എന്നുള്ളതല്ല. പക്ഷെ നമുക്കങ്ങനെ അനാവശ്യമായിട്ടൊരു ഇത് കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമകൾ അധികം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സിനിമയുടെ ഇതുണ്ടല്ലോ, പല ആർട്ടിസ്റ്റിൻ്റെ ഇത്, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ടറിൻ്റെ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണല്ലോ ഒരു, അല്ലെങ്കിൽ ബഡ്ജറ്റ്, ഇതെല്ലാം വെച്ചിട്ടാണ് സിനിമക്ക് വലിപ്പം വരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു വലിപ്പം ഈ പറഞ്ഞ നല്ല സിനിമകളുണ്ടാവാം. ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതല്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല സിനിമയെന്നൊന്നുമില്ല. അപ്പോൾ എങ്കിൽ കൂടി അതുകൊണ്ട് ആയിരിക്കാം ഇപ്പോൾ ഈ ഇറങ്ങിയ കുറേ സിനിമകളൊന്നും അധികം തിയേറ്ററിൽ ഓടിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ തിയേറ്ററുകാർ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആട് ഫസ്റ്റ് സെക്കൻഡ് വന്ന്, മൂന്നാമത് സെക്കൻഡ് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വന്നാക്കുന്നത്.
സാർ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞല്ലോ ഈ വലിപ്പം കൂടിയ സിനിമകൾ, ഈ വലിപ്പം കൂടിയ സിനിമകൾ നമുക്കൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നമുക്കൊരു മറ്റേ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ചിരിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഈ ആട് 3 ഇപ്പോൾ ആട് 2 ആണെങ്കിലും 1 ആണെങ്കിലും ആൾക്കാർ ഒരുപാട് ചിരിപ്പിച്ച സിനിമകളാണ്. ചിരി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും അവർക്ക് ആവശ്യമുള്ള എക്സ്പീരിയൻസ്, ആ ചിരിക്ക് വേണ്ടിയാണ് എല്ലാവരും തിയേറ്ററിൽ പോകുന്നത് തന്നെ. ഇപ്പം ഞാൻ അറിഞ്ഞത് സാർ ഈ സിനിമ കണ്ടു എന്നുള്ളതാണ്. ഞാൻ ഒരു പ്രാവശ്യം ഒന്നല്ല, എനിക്ക് എത്ര പ്രാവശ്യം കണ്ടെന്ന് അറിയില്ല. ഓരോ പ്രാവശ്യം എഡിറ്റ് ചെയ്യുമ്പോഴും അവർ കാണിക്കും, അപ്പൊ നമ്മളത് നമ്മുടെ സജഷൻ പറയും. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. എല്ലാ സിനിമ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ പല പ്രാവശ്യം കണ്ടു വരുമ്പോ പിന്നെ തമാശ ഒരു തമാശ അല്ലാത്ത മനസ്സിലായില്ല, അത് ഒരു ഇതായിട്ടുള്ളതാണ്. എങ്കിൽ കൂടി ഒരു ആദ്യമായിട്ട് ഒരാൾ കാണുന്ന സമയത്ത് അവർക്ക് എന്തായാലും ഇതിൽ ചിരിക്കാനുള്ള ഇഷ്ടം പോലെ മുഹൂർത്തങ്ങളുണ്ടാവും. മൊത്തം ഒരു ഫുള്ളായിട്ടൊരു കോമഡി എന്നല്ല പറയണത്, എന്നാലും അത് ആവശ്യത്തിനുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന സിനിമയിലൊക്കെ വളരെയധികം അറിയാലോ ആടിന്റെ വേറൊരു കാലഘട്ടവും കൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ സാറ് ഞാൻ അറിഞ്ഞത് സാർ ഒരു അത്യാവശ്യം നല്ലോണം കഥ എഴുതും, ഒരു പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു സിനിമ എന്നുള്ള സംഭവം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നല്ലൊരു പ്രൊഡ്യൂസറിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല സിനിമ സെൻസും കൂടെ വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഓഡിയൻസിന്റെ പൾസ് അറിയാനായിട്ട് സാറ് തിയേറ്ററിൽ ഇരുന്ന് ഓഡിയൻസിന് നടക്കിരുന്ന് അവരുടെ റിയാക്ഷൻസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യാറില്ല. ഞാൻ എല്ലാ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ദുബായിലായിരിക്കുള്ളൂ. പിന്നെ ഞാൻ റിലീസ് ചെയ്യണ ദിവസമൊന്നും ഞാൻ അങ്ങനെ പോകാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്റെ ഫാമിലി കണ്ടിട്ടുണ്ടാവും, അപ്പൊ അവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ദിവസങ്ങൾക്ക് ശേഷമൊക്കെ തിരക്കില്ലാത്ത സമയത്തൊക്കെയാണ് നമ്മൾ പോണത്. സാധാരണത്തിൽ എനിക്ക് തോന്നുന്നു ഡയറക്ടർ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നീഷ്യൻസ് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ജനങ്ങളുടെ കൂടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. ഞാനങ്ങനെ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ നമ്മളൊരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് രീതിയിൽ ബിസിനസ്, ഈ പറയുന്ന പ്രീ ബിസിനസ്സുകൾ ഉണ്ടല്ലോ, നമ്മൾ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എത്ര പാട്ടുണ്ട്, ഏത് മ്യൂസിക്കിനുള്ള സാധ്യതകളും, ഓവർസീസ് ഇങ്ങനത്തെ സിനിമകൾ, ഇതെല്ലാം കൂടി ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ തലയിൽ കൂടി ഇതെല്ലാം കടന്നു പോകുന്നുണ്ട്. അങ്ങനെ മാത്രമാണ് ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ആരെയാണ് നിങ്ങളുടെ ആർട്ടിസ്റ്റുകൾ ആരെയാണ് പ്ലാൻ ചെയ്താക്കുന്നത്. അപ്പം നമുക്ക് ആ കഥാപാത്രങ്ങളായി ആ പറയുന്ന ആർട്ടിസ്റ്റുകളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന ആർട്ടിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ OTT ഡിമാൻഡ് ഉണ്ടാവും. OTT എപ്പോഴും ആർട്ടിസ്റ്റുകളുടെ പുറത്താണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കുറേ പ്രോസസ്സ് വെച്ചിട്ടൊക്കെയാണ് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തിയേറ്ററിൽ വെച്ച് കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതിലോട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. സാർ ഇപ്പോൾ ദുബായെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ നമ്മളെ ഇവിടെ 3 പേരുടെ ടിക്കറ്റിൻ്റെ പ്രൈസാണ് ഇപ്പോൾ GCC രാജ്യങ്ങളിൽ ഒരു ടിക്കറ്റിൽ കിട്ടുന്നത്. ഇപ്പോൾ ഈ യുദ്ധം വരുന്ന സമയത്ത് ഇപ്പോൾ മലയാളത്തിലെ പല സിനിമകളുടെ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടുണ്ട്, ഇപ്പം ആട് 3യുടെ റിലീസ് മാർച്ച് 19-നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിലീസ് ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കുമോ? യുദ്ധം ഓരോ ദിവസവും ഇങ്ങനെ മൂർച്ഛിക്കുന്ന സമയത്തെ ഇപ്പൊ അവിടെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനി ഇവരെല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനേക്കാൾ ഒരു വലിയൊരു വേസ്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. പിന്നെ ദുബായിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്ക തിയേറ്ററുകളും ഒരു 90% വലിയ വലിയ ഷോപ്പിംഗ് മാളിന്റെ അകത്താണ്. അപ്പൊ അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി റീസൺ ഒന്നും വരാനില്ല. ഈ പറയുന്ന ഷോപ്പിംഗ് മാളുകളെല്ലാം ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്, ആൾക്കാരോട് വന്നിട്ട് പണ്ടത്തെ അത്ര തിരക്കില്ല. അവിടുത്തെ ഭരണാധികാരികൾ തന്നെ കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് മാളിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഷോപ്പിംഗ് മാളുകൾ സേഫ് ആണെന്ന് അറിയിക്കാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഇപ്പോഴും തിയേറ്ററിൽ അവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നും വന്നിട്ടൊന്നുമില്ല. ഇത് തിയേറ്റർ സ്റ്റോപ്പ് ചെയ്യണമെന്നാ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും വന്നിട്ടൊന്നുമില്ല. നമ്മളപ്പോ ഇതിന്റെ സെൻസറിങ് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ചിലപ്പോൾ ഇനിയും 10 ദിവസം ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സെൻസർ ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു റീതിങ്ക് ചെയ്യേണ്ടി വരും. അപ്പൊ GCCയിൽ റിലീസ് ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഇവിടെയും റിലീസ് ചെയ്യില്ല, വേറെ ഒരു വലിയൊരു ബിസിനസ് ആണല്ലോ ഇത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. നമ്മളിപ്പോൾ ആസിറ്റീസ് 19th എന്നുള്ള രീതിയിലാണ് പോണത്. പക്ഷെ എന്തെങ്കിലും ഒരു 4-5 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഇതിനേലും കുറച്ചും കൂടി മോശമായിട്ട് സ്ഥിതിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യും 19th എന്നുള്ളത്. ഇപ്പോഴത്തെ 19th തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. സാർ, ഇപ്പം നേരത്തെ ഞാൻ തിയേറ്റർ ഉടമകളുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പം തിയേറ്റർ ഉടമകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് പരാതികളുണ്ട്. അത് മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പാട്രിയോട്ട് എന്ന സിനിമയുടെ റിലീസ് വരെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഒരു തീരുമാനം വന്നു, കൂടുതൽ വിഹിതം വേണം എന്നുള്ളത്. അതായത് ഇപ്പം സിനിമകളൊന്നും ഓടുന്നില്ല, അത് അവർക്ക് കൂടുതൽ വിഹിതം വേണം എന്നൊക്കെയാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഈ തിയേറ്ററുകാർ പറയണത് അവരുടെ സൈഡിൽ നിന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഈ ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയുടെ സൈഡിൽ നോക്കുമ്പോൾ മലയാളത്തിലുള്ള എത്രയാണ് എക്സാക്ട് ബഡ്ജറ്റ് എന്ന് അറിയില്ല, എന്നാലും 100+ തന്നെയാണ് വന്നാക്കുന്നത്.
അപ്പൊ അത്തരം ബഡ്ജറ്റ് മുടക്കിയാക്കണ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ആ പൈസ റിക്കവറി ചെയ്യുക. അപ്പൊ ഇത് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും മുടക്കിയ പൈസ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്തരം ഒരു സിനിമന ഇത്രയധികം ആർട്ടിസ്റ്റുകളെ അറേഞ്ച് ചെയ്ത് വലിയ വലിയ ടെക്നീഷ്യനെ ചെയ്ത് എത്രയോ ദിവസം തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, 1 വർഷത്തിന് മേലെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇത്ര എല്ലാം എഫോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സിനിമ തിയേറ്ററിലോട്ട് വന്നത്. അപ്പൊ തിയേറ്ററിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ഒരു 100 crore എന്ന് പറഞ്ഞാൽ ചെറിയ റിസ്ക് ഒന്നുമല്ല മലയാളം പോലത്തെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ. അപ്പൊ അതിന്റെ റിസ്ക് മൊത്തം പ്രൊഡ്യൂസറാണ് എടുത്താക്കണം. തിയേറ്ററെ സംബന്ധിച്ച് എന്താണ്, തിയേറ്റർ ഓൾറെഡി അവിടെ ഉള്ളതാണ്. ഈ സിനിമ അല്ലെങ്കിൽ വേറൊരു സിനിമ, അതല്ലെങ്കിൽ വേറൊരു സിനിമ, ഇതെല്ലാം അവര് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു നല്ല പ്രൊഡക്റ്റ്, ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സക്സസ് ആവാനായിട്ടുള്ള എല്ലാവിധ ചേരുവകളുള്ള സിനിമയാണ്. അതിൽ ആർട്ടിസ്റ്റിനെ നോക്കിക്കോ, ടെക്നീഷ്യൻസിനെ നോക്കിക്കോ, ഇതെല്ലാം ഉള്ളതാണ്. ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടുള്ളതാണ്. ഞാനത് വളരെ പ്രതീക്ഷയോട് കൂടി ഇരിക്കണം. ആ സ്ക്രിപ്റ്റ് ഒരു സിനിമ സ്ക്രിപ്റ്റ് കേട്ടിട്ട് സാറിന് എന്താ തോന്നിയത്? ഏതാണ് അതിന്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടേ അല്ല എന്ന് പറഞ്ഞത് ഒരു വലിയ സിനിമയാണ്. അതായത് നമ്മുടെ ഒരു വലിയ ക്യാൻവാസിൽ നമ്മൾ ഹോളിവുഡിലൊക്കെ പോലെ കണ്ടാക്കണം അങ്ങനത്തെ ഒരു സിനിമയാണ്. നമ്മൾ ഭയങ്കര പ്രതീക്ഷയാണ് ആ സിനിമ എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്കിപ്പോ ഒരു നഷ്ടബോധം എന്നൊക്കെ പറയൂലേ, അന്ന് ആ സിനിമയുടെ ഒരു ഇത് എനിക്ക് ബഡ്ജറ്റ് വന്ന സിനിമയാണോ? അതെ അതെ, ഞങ്ങൾ അതിനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പൊ പിന്നെ ആൻഡോ ജോസഫാണ് പ്രൊഡ്യൂസർ. നമ്മളായിട്ട് എത്രയോ സിനിമകൾ ചെയ്താക്കുന്ന ആളാണ്. അല്ല, ഞാൻ അതിന്റെ ഇത്തരം ബഡ്ജറ്റ് ഇത് ചെയ്യാത്ത എനിക്കൊരു ഇതാണ്, അത്തരം ബഡ്ജറ്റ് ഇതാണ്. പക്ഷെ ഞാൻ അന്ന് ചിന്തിച്ചെങ്കിലും ഈ സിനിമ കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് കുറെ എളുപ്പമായിരുന്നു. ആ ബഡ്ജറ്റ് ആണെങ്കിലും അതിനൊരു ബിസിനസ് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പോ വല്ലപ്പോഴും നടക്കുന്നതാണ്. ഇപ്പൊ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ട്. അപ്പൊ അത് തിയേറ്ററുകാരും കൂടെ അത് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ അവരെ സംബന്ധിച്ച് ഇവരെ ആവശ്യപ്പെട്ടത് സെക്കൻഡ് വീക്കും സെയിം 60% വേണമെന്ന് മാത്രമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷെ ഇത് വരുമ്പോൾ അവർക്ക് ഒരു ദിവസം എത്ര ഷോ വെക്കാൻ പറ്റും, അവർക്ക് ഇഷ്ടമുള്ള അത്ര ഷോ വെക്കാം. അപ്പോൾ ബിസിനസ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്, ഒരു 10% ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവര് ഇത്ര ഒരു വലിയ പ്രൊഡക്റ്റ് ആയിട്ട് വരാനില്ല. അതായത് ഒരു പ്രൊഡക്റ്റ് അവരുടെ തിയേറ്ററിലോട്ട് എത്തിച്ച് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വഴി പ്രൊഡ്യൂസർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇത് ചെയ്യണോ വരുന്ന നമ്മളിപ്പോ നമ്മൾ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് അതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ പക്ഷെ ഇതിന്റെ പാട്രിയറ്റിന്റെ പ്രൊഡ്യൂസർ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത്ര വലിപ്പമുണ്ട്. ഇവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ, ഇനി നാളെ ബാക്കിയുള്ള ബിസിനസ്സിൽ നിന്ന് എങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ചോദിച്ചതാണ്. അത് തിയേറ്ററുകാരൊക്കെ ഇത്ര ഒരു വൈകാരികമായിട്ട് അതിനെടുത്തു കഴിഞ്ഞിട്ട് ഈ സിനിമ അങ്ങനെ ഓടിക്കില്ല എന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാണില്ല. ഒരു ചെറിയ ഇൻഡസ്ട്രി ആണല്ലോ, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ട് ഈ ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള. എനിക്കൊന്ന് ഈ പടങ്ങള് തുടർച്ചയായിട്ട് വർക്കാവാതെ വരുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ, കാരണം അവർക്ക് അതിൽ നിന്ന് ലാഭമൊന്നും കിട്ടാതെ വരുന്നു. പക്ഷെ അത് പ്രൊഡ്യൂസർക്കും ഒരുപോലെ നഷ്ടം വരുന്ന സംഭവം. ആദ്യം ഞാൻ പറഞ്ഞ പോലെയാണ്. അതായത് കുറെ ആൾക്കാർ എന്താണ് സിനിമ കഥയെന്നാ, അല്ലെന്നാണ് ആരാണ് ഇതിൽ അഭിനയിക്കണേന്നാ, അല്ലെങ്കിൽ ഈവൻ ടെക്നീഷ്യൻസിന് അതിനുള്ള കഴിവുണ്ടാകുന്ന ഇതൊന്നും അല്ലാതെ സിനിമ എന്ന് പറഞ്ഞ ഒരു സംഗതി തന്നെ. ഒരു 2 മണിക്കൂർ എന്തെങ്കിലും ഒക്കെ കാണിക്കണം, ഇഷ്ടംപോലെ സാധനം വന്നിട്ടുണ്ട്. അതെ, അതപ്പോ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ പറഞ്ഞാൽ ഈ പറഞ്ഞ ആരും കയറി വന്നില്ല. തിയേറ്ററിനെ സംബന്ധിച്ച് അവരുടെ എക്സ്പെൻസ് ഒക്കെ കറക്റ്റ് തന്നെയാണ്. ഇത് ഈ മോശം സിനിമയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു വലിയ സിനിമയാണെങ്കിലും അവര് അവിടെ ഇത് ചെയ്യണം. അവരുടെ സ്റ്റാഫിന്റെ എണ്ണം, അവരുടെ റെന്റ് ആണെങ്കിൽ ലീസിന് എടുത്താക്കണമെങ്കിൽ ലീസ്, അതിന്റെ കറണ്ടിന്റെ പൈസ, ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആണ്. അവർക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ സിനിമകൾ ഇടുമ്പോൾ അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യണം. അതിൽ നിന്ന് കിട്ടണം. അല്ലെങ്കിൽ ആൾക്കാർ വന്നില്ല. വലിയ സിനിമകളല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടിയുള്ള ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമയുടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യില്ലേ വേണ്ടത്. അല്ല, ഇപ്പോൾ എനിക്ക് തോന്നി പണ്ടത്തെ പോലെ, പണ്ടൊക്കെ ആണെങ്കിൽ ഈ OTT ഒക്കെ വരുന്നതിന് മുന്നേ വീക്കെൻഡ് നമുക്ക് ഫാമിലി ആയിട്ട് ഒരു സിനിമയ്ക്ക് പോവാം എന്നുള്ള അങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരു അത്രത്തോളം നല്ല സിനിമയാണെങ്കിൽ മാത്രമേ ഈ ആൾക്കാർ തിയേറ്ററിലോട്ട് പോകുന്നുള്ളൂ അല്ലേ. അല്ലാതെ ഒരു വെറുതെ ഒന്ന് വീക്കെൻഡ് ഒന്ന് പോയി തിയേറ്ററിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സിനിമ കാണാൻ ഇപ്പൊ പ്രേക്ഷകർ തയ്യാറാവുന്നില്ല. അതൊരു ഫാക്ടർ അല്ലേ? എനിക്ക് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയാളം പോലത്തെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ ആവശ്യത്തേക്കാൾ കൂടുതൽ ഓവർ സപ്ലൈ എന്ന് പറയൂലേ, അത്രയധികം സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയിൽ തന്നെ ചില ആഴ്ചകളിലൊക്കെ 10 സിനിമയൊക്കെ റിലീസായ ടൈമുണ്ട്. അപ്പൊ അതൊരു സ്ലോട്ട് ഇല്ലാതെ വരുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിപ്പോ ആരെയും കുറ്റം പറയാൻ പറ്റൂല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മോശമാണെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ എടുക്കണം, നല്ല സിനിമയെന്ന് പറഞ്ഞിട്ടാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കൺവിൻസിങ് ആക്കി കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ആ സിനിമ വന്നത്. നിങ്ങൾ വിചാരിക്കണം തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണുമെന്നാണ് വന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നല്ല കഥകളും പിന്നെ അതിൻ്റെ നല്ല മേക്കിങ്ങും അതിനെ പറ്റിയ ആർട്ടിസ്റ്റുകൾ, ഇത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സൂപ്പർ സ്റ്റാറുകൾ വേണമെന്നല്ല പറയണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എന്തെന്നാണ് പറയണ അഭിനയിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പറയണ തിയേറ്ററുകാർക്ക് നഷ്ടം, പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഈ
24-ലൊക്കെ പറഞ്ഞിട്ട് എത്രയോ സിനിമകൾ ഇറങ്ങി അതിൻ്റെ ഒരു 90% സിനിമകളും ലോസ് ആണെന്ന് പറയുന്നു. അപ്പൊ എവിടെയൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയാണ് പൈസ കൊണ്ടുവന്നിട്ടല്ലേ ഇപ്പൊ ഈ പറയണ ബ്ലാക്ക് വൈറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത്ര സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ ഐഡിയ കിട്ടിയിട്ടില്ല എങ്ങനെ എവിടെ നിന്നാണ് ബ്ലാക്ക് എവിടെ നിന്നാണെന്നൊന്നും നമുക്ക് അതിനുള്ള ബ്ലാക്ക് വൈറ്റ് ആക്കുന്നുള്ളൊരു ആരോപണം ഈ ഇത്തരം മോശം സിനിമകൾ ഇങ്ങനെ അതിൻ്റെ നമ്പേഴ്സ് കൂടുമ്പോഴാണ് ഇത് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഇത് എങ്ങനെ ഈ പടം പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ വളരെ മോശപ്പെട്ട സിനിമകൾ ഇറങ്ങുമ്പോഴാണ് പ്രേക്ഷകർ സംശയിക്കുന്നത് ഇത് ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടിയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്കിപ്പോ ഒരു ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ GST ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴും പേയ്മെന്റ് എല്ലാം ഇതാണല്ലോ ബാങ്ക് ത്രൂ ആണല്ലോ വന്നത്. അപ്പോൾ എല്ലാത്തിനും 18% GST കൊടുക്കണം. സർവീസ് ടാക്സ് ആയാലും അല്ലാതെയുള്ള ആണെങ്കിലും നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിൽ ഈ പറയുന്ന ബ്ലാക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. പണ്ടൊക്കെ ചിലപ്പോൾ നടന്നിരിക്കും ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ ക്യാഷൊക്കെ കൊടുക്കാം. ഇപ്പൊ അതിനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടാക്സ് തിരിച്ചു കിട്ടണ്ട. അല്ലെങ്കിൽ സിനിമ ഓടണമെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ടാക്സ് GST ഒക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇത് ബ്ലാക്ക് വൈറ്റ് ആവാൻ വേണ്ടി അങ്ങനെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ ഓവർസീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്തൊരു പ്രോഫിറ്റ് എവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാത്തൊരു ഇൻകം വന്നെന്ന് പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. എങ്കിൽ കൂടി അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു പ്രോഫിറ്റിലോട്ട് വരാൻ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ 30% ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അതിലൊക്കെ ഒരു ലാഭം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് ഈ സിനിമ മോശം എന്ന് പറയുന്നത് തന്നെ ഒരു കാര്യം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നല്ല കണ്ടന്റുകള്, നല്ല കഥകള്, നല്ല സ്ക്രിപ്റ്റ്. കഥ മാത്രമായിട്ട് പോരാ, അത് സ്ക്രിപ്റ്റ് ആവണം. നല്ല സ്ക്രിപ്റ്റ് ആയാൽ പോരാ, അതിനൊരു നല്ല ഡയറക്ടർ വേണം. നല്ല ഡയറക്ടർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ബാക്കിയുള്ള ടെക്നീഷ്യൻസ് എല്ലാം നല്ലതായിരിക്കണം. സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു വെക്കാറുണ്ടോ എല്ലാ സിനിമകളും? ഞാൻ സാധാരണ ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോ ആരെങ്കിലുമൊക്കെ പല കെയർ ഓഫിലായിരിക്കുള്ളൂ എൻ്റെ അടുത്ത് കഥ പറയാൻ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോഴൊക്കെയാണ് വന്നത്. എന്താ വെച്ചാൽ കുറെ ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരും എന്താ വെച്ചാൽ നമുക്ക് വേറെ ഇഷ്ടം പോലെ ജോലിയുള്ള ആളാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ ഞാൻ വന്നോളാൻ പറയും. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇവർ വരുമ്പോൾ സാധാരണ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പിലാണ് വരുന്നത്. പക്ഷെ ഞാൻ പറയണത് നിങ്ങളത് എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പണ്ടൊക്കെ വീട്ടിലൊക്കെ വന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കൂലേ നമ്മുടെ സിസ്റ്റർ. ഞാൻ പറഞ്ഞ അതേപോലെ എനിക്ക് കഥ പറയും. സിനിമ തുടങ്ങി അവസാനം വരെ എന്താണ് കഥയെന്ന് എനിക്ക് പറഞ്ഞു മതി. അപ്പൊ അതിൽ വേറെ ഈ പറയണ ആക്ഷനോ അങ്ങനത്തെ സാധനമൊന്നും വേണ്ട, ബാക്കി കഥ പറഞ്ഞു മതി. അപ്പൊ അതെനിക്ക് കേട്ട് അതൊരു വർക്കൗട്ട് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് സ്ക്രിപ്റ്റ് അയക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് സ്ക്രിപ്റ്റ് വായിക്കും. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ കമന്റ്സ് പറയും. ഇന്ന സ്ഥലം എനിക്ക് വർക്കൗട്ട് ആയില്ല, ഇന്ന സ്ഥലത്ത് ലാഗ് ഉണ്ട്, ക്ലൈമാക്സ് ഒന്ന് മാറ്റണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് സാധാരണ. ഇപ്പൊ ചില ആൾക്കാർ കുറച്ച് ഇതിൽ പറയില്ല, അത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല, നമ്മൾ ഇതാണ് അല്ലെന്നുണ്ടെങ്കിൽ അവര് ആദ്യം തന്നെ പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ ഇല്ല ഒഴിവാകും എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ സിനിമ പരാജയപ്പെടുമ്പോൾ അതിന്റെ നഷ്ടം പ്രൊഡ്യൂസർക്കും, സിനിമ വിജയിക്കുമ്പോൾ അത് ഷോൾഡർ ചെയ്യാനായിട്ട് സംവിധായകനും ആർട്ടിസ്റ്റുമാരൊക്കെ ഇങ്ങനെ മുൻപന്തിയിൽ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. സിനിമയുടെ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. സിനിമയുടെ മാത്രം ഇതാണ്. അതായത് ഞാനത് മനസ്സിലാക്കിയാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇഷ്ടംപോലെ ബിസിനസ് ചെയ്യേണ്ടല്ലോ. ഞാൻ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ട്രേഡിംഗ് ഉണ്ട്, ഫാക്ടറി ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒറ്റക്ക് പോയിട്ട് നല്ല ഇഷ്ടംപോലെ ആൾക്കാർ ജോലിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിൽ മാത്രമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയി. ഒരു ആക്ടർ ആണെങ്കിൽ ഒരു 3-4 സിനിമയിൽ ആക്ട് ചെയ്തു. ഇപ്പോൾ ഒരു ഡയറക്ടർ ആണെങ്കിൽ ഒരു 3-4 സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. DOP ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരാണ് സത്യമായിട്ട്. മനസ്സിലായില്ലേ? അതായത് അവർക്ക് വേറെ അതായത് സാധാരണക്കാരുടെ ഒരു മേലോട്ട് ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർ പ്രൊഡ്യൂസറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അത് അങ്ങോട്ട് ഇത് സ്റ്റാർട്ടിങ്ങിൽ മാത്രമൊക്കെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോടൊക്കെ ഒരു അകൽച്ച, അതായത് ഇനി നമ്മൾ തന്നെ ഓടിച്ചോളാം എന്നുള്ള രീതിയിൽ. അതായത് അവര് പറയണതും അവർ ചെയ്താക്കണതും എല്ലാം കറക്റ്റ് എന്നുള്ളൊരു ചിന്താഗതിയൊക്കെയാണ്. അത് പല സിനിമയുടെയൊക്കെ എനിക്ക് ഒരു ദുരന്തം എന്ന് പറഞ്ഞതാണ്. അതിപ്പം ബഡ്ജറ്റൊക്കെ കയറി പോകും. ആദ്യം നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഒരു 10 CR എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കുറെ കഴിയുമ്പോൾ അവർ പറയും അത് കൂടിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആയിപ്പോയി. ഇല്ല നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യാന്ന് പറയും. അതാണ് ഇപ്പൊ ഇറങ്ങുന്ന എത്രയോ സിനിമകൾക്കും 2-3 പ്രൊഡ്യൂസേഴ്സൊക്കെ ആഡ് ആവണം. ആദ്യത്തെ പ്രൊഡ്യൂസറിന് ചിലപ്പോൾ അതിൽ കൂടുതൽ പൈസ ഉണ്ടാവില്ല അറേഞ്ച് ചെയ്യാനായിട്ട്. പലപ്പോഴും ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ ഒരു വല്ലാത്ത രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത്
നമ്മൾ ഷൂട്ടിങ്ങിന് മുന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമല്ലോ. ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസമാണ് ഷൂട്ടിങ്. ചിലപ്പോൾ അത് ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഇതനുസരിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 45-50 ഡേയ്സ് എന്നായിരിക്കും. പക്ഷെ അത് പോകുന്തോറും ചിലപ്പോൾ അത് 60-ലോട്ട് പോകും, 70-ലോട്ട് പോകും. ഡെയിലി ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ. എങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സിനിമ ആണെങ്കിൽ പോലും ഒരു 4 lakh 5 lakhs എന്തായാലും വരും പെർ ഡേ അല്ലേ. പെർ ഡേ. അപ്പൊ അതൊരു 10 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരു 1/2 കോടിയായി 50 lakhs-ലോട്ട് പോവുകയാണ്. അപ്പൊ ഇതൊന്നും പിന്നെ പ്രൊഡ്യൂസറിന് ഒരു പരിധി കഴിഞ്ഞിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ റീസൺ ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയാക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 45 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ദിവസം പോലും വേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു 40 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഓരോ ഡയറക്ടർമാരും ഇപ്പൊ പുതിയ ഡയറക്ടർ ആയിക്കോട്ടെ പഴയതായിക്കോട്ടെ അവരുടേതായ ഒരു ലോകത്തോട്ട് അവർ കടന്നാക്കിയാണ് മനസ്സിലായത്. അപ്പൊ അവർക്ക് ഇപ്പൊ ഈ പ്രൊഡ്യൂസറിന്റെ വേദന അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തീർക്കണം അതൊന്നും ഇല്ല. അപ്പൊ അവര് ഈ പറയണ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം പോലെയാണ്. അവിടെ വേറെ പല ആക്ടിവിറ്റീസ് ആണ്. ഇത് ഒരു 3-4 നേരം ഫുഡ് കഴിക്കാനായിട്ട് തന്നെ ഒരു വലിയൊരു ആഘോഷമാണ് സിനിമയിൽ. മലയാള സിനിമയിൽ ഈ പറയണ അതിനുള്ള ബ്രേക്ക് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ലൈറ്റപ്പിന് കുറെ ടൈം എടുക്കും. ഇത് ചെയ്യും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ആക്ടർ അവിടെ ആരോടെങ്കിലും വേറെ കഥ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം പ്ലാൻ ചെയ്താക്കണ ചിലപ്പോൾ ഫുള്ള് എടുത്ത് കഴിയില്ല. അപ്പൊ പിന്നെ അടുത്ത ദിവസം അങ്ങനെ പോയി ചിലപ്പോൾ ചില ഡയറക്ടർമാരൊക്കെ ഉണ്ട് ഒരു ഇതില്ലാതെ കറക്റ്റ് പ്ലാൻ ചെയ്തനുസരിച്ച്. ഇപ്പൊ ഞാൻ 2018 ചെയ്തപ്പോ ജൂഡ് അങ്ങനെയായിരുന്നു. ഒരു ദിവസം പോലും 102 ദിവസം കൊണ്ട് എല്ലാം പ്ലാൻ കുറച്ച് പെട്ടെന്ന് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞ എല്ലാവരും മോശക്കാരല്ലെന്ന് അറിയട്ടെ. അപ്പൊ ഇതെല്ലാം ഡയറക്ടറിന്റെ ഒരു കോളാണ്. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം റെസ്പെക്ട് ചെയ്യുകയും എല്ലാവരും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ആളാണ്. അപ്പൊ ഡയറക്ടർ വിചാരിക്കേണ്ടത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ മെയിൻ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ആണ്. നമുക്ക് രാവിലെ മാക്സിമം ടൈം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തീർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് സാധിക്കണ കാര്യമാണ്. എല്ലാവർക്കും അവർ പറയണ പൈസ കൊടുത്തിട്ടാണല്ലോ. ഈ പറയണ DOP ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൽ ആർട്ട് ആയിക്കോട്ടെ എല്ലാവർക്കും അവർ പറയണ പൈസ കൊടുത്തിട്ടാണ്. അപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് ജോലി ചെയ്യാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇത് മേലേന്ന് തുടങ്ങി തന്നെ എല്ലാത്തിനും ഇങ്ങനെ ഒരു ലാഗ് വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഈ പറയണ ഇങ്ങനെ നീണ്ടു കൊണ്ടുപോകും. ഇപ്പൊ ഞാൻ ഈ ഹോളിവുഡിലൊക്കെ നമുക്ക് പല ഡയറക്ടേഴ്സ് സിനിമ ചെയ്തായിരുന്നല്ലോ. അതെ. അപ്പൊ അവരോടൊക്കെ ഇവിടെ 100 ദിവസമൊക്കെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അവര് ഞെട്ടിപ്പോവാണ്. അതായത് ഞാൻ പറയണ ഈ പറയണ ടൈറ്റാനിക് അങ്ങനത്തെ സിനിമകളല്ല പറയണത്. അല്ലാതെയുള്ള ഇതുണ്ടല്ലോ ഈ സാധാരണ ഒരു നോർമൽ ബഡ്ജറ്റ്. അപ്പൊ അതൊക്കെ അവിടെ മിക്കവാറും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25-30 ഡേയ്സാണ് അവരുടെ പ്രോപ്പർ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തീർക്കുകയാണ്. ഇവിടെ അതേ ബഡ്ജറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 75 ദിവസം 100 ദിവസമൊക്കെയാണ്. പിന്നെ അവരുടെ ഒരു സെറ്റിൽ സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25 പേര് 30 പേരാണ് മാക്സിമം ഇവിടെ എന്ന് പറഞ്ഞാൽ 100-150 ഒക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അതുകൂടാതെ ജൂനിയർ ആർട്ടിസ്റ്റ്. അപ്പം നമുക്ക് തന്നെ ദിശ തോന്നുന്നു ഒരു ഉത്സവ പ്രതീതിയാണ്. നമ്മുടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ജനങ്ങൾ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം ബഹളം. അത് ഫുഡ് കൊണ്ടുതന്നെ നാരങ്ങോളം കൊണ്ടുതന്നെ ഇതാ. ഞാനതുകൊണ്ട് ഷൂട്ടിങ്ങിൻ്റെ അവിടെ ഞാൻ ഒരിക്കൽ പോകാറില്ല. ഇപ്പൊ ആടിന് 127 ദിവസം ഉണ്ടായി. ഞാൻ ആകെ പോയത് 2 ദിവസം. പക്ഷേ സാറ് പോവാതിരുന്ന നമ്മുടെ ആൾക്കാരുണ്ട്, നമ്മുടെ ജോലിക്കാരുണ്ട്. അല്ല, ചില പ്രൊഡ്യൂസർമാർ പറയാറുണ്ട് അവരെപ്പോഴും ലൊക്കേഷനിൽ തന്നെ ഇരിക്കും. കാരണം ഒരു മുട്ടുസൂചി ചെലവാക്കുന്ന പോലും അവരുടെ അറിവില്ലാതെ ഒരു മുട്ടുസൂചിയുടെ ചെലവാക്കുന്ന പോലും അവർ സമ്മതിക്കില്ല. സിനിമ മാത്രമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ പോയിട്ടൊക്കെ ഇരിക്കാം, കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ്. അപ്പൊ നമ്മുടെ ആൾക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ഉണ്ട്. അല്ലാതെ ഒരു ദിവസം ഇപ്പൊ എത്ര വെള്ളം കുടിക്കാൻ മേടിച്ച് അതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊന്നും പൈസ ഒന്നും നമുക്ക് ലാഭിക്കാൻ പറ്റില്ല. നമ്മൾ അല്ലാതെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് ആയി തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ ആ ബഡ്ജറ്റിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അത് കൂടാതെ എങ്ങനെ നോക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ ഇപ്പൊ ഞാനൊരു കഥ കേട്ട് ഇന്ന ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു, ഇന്ന ടെക്നീഷ്യൻ ആണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി 10 കോടിയാണ്. ഓക്കെ, 10 കോടി എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ OTT ആയിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഓവർസീസ് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 7 കോടിയുടെ ബിസിനസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റിസ്ക് 3 കോടിയാണ്. അപ്പൊ നമുക്കറിയാം ഓക്കെ ഇത് എത്ര പൊട്ട സിനിമയാണെങ്കിലും ഒരു 150 തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ 2-3 ദിവസം ഓടിക്കഴിയുമ്പോൾ ഇത്ര കിട്ടും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ പോണത്. അപ്പൊ 10 കോടി എന്നുള്ളത് 15 കോടിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ റിസ്ക് ആണ്. അപ്പൊ അത് കൺട്രോൾ ചെയ്തിട്ട് തന്നെ പോകും. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ഉണ്ടല്ലോ പ്രൊഡക്ഷൻ രംഗത്തേക്ക്, പ്രത്യേകിച്ച് മലയാള സിനിമയിലേക്ക്. മലയാള സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ അനുരാഗ് കശ്യപ് പോലും മലയാളം സിനിമ ഇൻഡസ്ട്രിയെ അദ്ദേഹം ഒരുപാട് വർണ്ണിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദൃശ്യം 3യുടെ തന്നെ നിർമ്മാണ പങ്കാളി പനോരമ സ്റ്റുഡിയോസ് ആണ്. അപ്പം ഈ കോർപ്പറേറ്റ് സ്റ്റുഡിയോസ് നമ്മൾ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ചട്ടക്കൂടുണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനിയും ഈ കോർപ്പറേറ്റ് കമ്പനീസും കോ എക്സിസ്റ്റ്
ചെയ്യുന്ന ഒരു സാഹചര്യം അതുണ്ടാവോ, അതോ ഈ കോർപ്പറേറ്റ് കമ്പനീസ് മൊത്തത്തിൽ വിഴുങ്ങാൻ സാധ്യതയുണ്ട്? ഈ കോർപ്പറേറ്റ് കമ്പനീസ് വരുമ്പോൾ നമുക്കൊരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടല്ലോ. അവർ പറയുന്ന രീതിയിൽ വേണം പിന്നെ സിനിമകളൊക്കെ പോകാൻ. അവർ പറയുന്ന ആർട്ടിസ്റ്റുകൾ ഇത്ര ദിവസം കൊണ്ട് തീർക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ ഈ സ്വതന്ത്രമായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനീസും കോർപ്പറേറ്റ് കമ്പനീസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അത് പോസിബിൾ ആണോ? അല്ല, എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനി മുംബൈ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈദരാബാദിൽ നിന്നും വന്നിട്ട് ഇവിടെ ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് ഇവിടെ ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞിട്ട് ഒരു ടൈപ്പിൽ അവർ ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ആ രീതിയിൽ തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരാകെ നോക്കണത് അവർ പറഞ്ഞ ബഡ്ജറ്റിൽ സിനിമ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മാത്രമാണ്. അവർ വേറെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ സാധാരണ ഇതിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവർ ബഡ്ജറ്റ് പറയും. അതൊരു 10 കോടിയാണെങ്കിൽ അവരുടെ അടുത്ത് പറയുമ്പോൾ ഒരു 13-14 കോടി പറഞ്ഞിട്ട് അവരെ കൺവിൻസിങ് ചെയ്യും. എന്നിട്ട് വളരെ ലാവിഷായിട്ട് ഷൂട്ട് ചെയ്യണ്. അവർ പൈസ ഇടണ അവരാണല്ലോ. ആ രീതിയിലാണ് ഇപ്പോൾ സംഭവിച്ചത്. നമ്മുടെ അടുത്തൊക്കെ പലരും അപ്രോച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനത് ഇതുവരെയും ചെയ്തിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും സിനിമയും എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വന്തം ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന മുംബൈയിലൊക്കെ ചെയ്യണ, ഹിന്ദിയിലൊക്കെ ചെയ്യണ അല്ലെങ്കിൽ തെലുങ്കിൽ ചെയ്യണ പോലെ ഇവിടെ ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനി വന്നിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് നോക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ബിസിനസ് ഇവിടെ ഉള്ളൂ. നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഹിന്ദിയിലൊക്കെ ഉള്ള 1000 കോടി അല്ലെങ്കിൽ ഈ പറയുന്ന തെലുങ്കിലും എന്നെ പോലെ 1000 കോടി ഒന്നും കളക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ശരിക്കും മലയാളത്തിൽ പറയുന്നത്. പിന്നെ സിനിമ ഇറങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് 300 കോടിയായി 500 കോടി എന്നൊക്കെ എത്ര വേണമെങ്കിലും പറയാം. അതിനൊന്നും ആരുടെ ലൈസൻസിൻ്റെ ആവശ്യമില്ല. റിയാലിറ്റി അതല്ലല്ല. അപ്പോൾ ഇവർക്കെല്ലാം ഇതിൻ്റെ ഡാറ്റ എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് ഇത് ചെയ്യുന്നു. ഈ ഒരു സെറ്റപ്പിൽ തന്നെ പോകാനാണ് സാധ്യത. ഇല്ലെന്ന് എനിക്ക് വലിയ വലിയ ബിസിനസ് മേഖലകൾ മലയാള സിനിമക്ക് കാണണം. ഇപ്പം തന്നെ അറിയാമല്ലോ, സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ലായി കഴിഞ്ഞു. പിന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OTT ആണെന്നുണ്ടെങ്കിലും ഭയങ്കര പാടാണ്. ഇപ്പം ഇറങ്ങുന്ന സിനിമയുടെ എനിക്ക് തോന്നുന്നു ഒരു 10% മാത്രമേ ഉള്ളൂ ഇത് ഈ പറയുന്ന ഔട്ട്റൈറ്റ് OTT കൊടുക്കണം. മറ്റത് പേപ്പർ വ്യൂ ആണ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 റുപ്പീസ് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഇപ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. തിയേറ്ററിലാണെങ്കിൽ പണ്ടത്തെ പോലെ ആൾക്കാർ കണ്ണടച്ച് കഴിഞ്ഞിട്ട് പോണ ഇതൊന്നുമില്ല. നല്ല സിനിമയാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പോണ ഒരു ഇതിലോട്ട് പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഈ പറയുന്ന അത്രയധികം സിനിമകൾ തന്നെ വേറെ പല ലാംഗ്വേജുകളിൽ നല്ല സിനിമ തന്നെ എല്ലാ മൊബൈലിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വീടുകളിൽ കിട്ടണം. അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ പിന്നെ ഈ 150 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ആരും എടുത്താക്കണ ഈ പറയുന്ന സിനിമയൊക്കെ പോയിട്ട് തിയേറ്ററിൽ കാണണമെന്ന് ആയിരിക്കണം നിർബന്ധം. അതാണ് വാസ്തവം. ഈ OTT വന്നൊരു സമയത്ത് OTTകൾക്ക് വേണ്ടി പടങ്ങൾ എടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇപ്പോൾ തിയേറ്ററിൽ ഓടിയാൽ മാത്രമേ ഇപ്പം OTT പടം എടുക്കുള്ളൂ. മാത്രമല്ല ഇപ്പം നേരത്തെ ഇപ്പം OTTs എല്ലാം ആവണമെങ്കിൽ അവിടെ ഒരു സ്റ്റാർ കാസ്റ്റ് വേണം. ഇപ്പം സാറ് തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഈ മലയാളത്തിലുള്ള ചില നിർമ്മാതാക്കളുടെ ട്രാൻസ്പാരൻ്റ് അല്ലാത്ത ഇടപെടൽ മൂലമാണ് ഈ OTTക്കാർ ഇങ്ങനെയൊക്കെ ചില നീക്കങ്ങൾ നടത്തിയതെന്ന്. അതിലിപ്പം എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്? ഇപ്പം OTTയുടെ മാർക്കറ്റിൽ ഇപ്പം മലയാള സിനിമയ്ക്ക് ഇപ്പം എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്? ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ സാധാരണ ഇതിൽ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ടീസർ എന്ന് പറഞ്ഞാൽ 2 minutes ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ OTTനെ കാണിക്കാൻ വേണ്ടി 10 minutes ഒരു കട്ട് സാധാരണ 10-15 minutes ഒക്കെ. ഇപ്പോൾ 2018 ഇറങ്ങിയ സമയത്ത് നമ്മളൊരു 15 minutes ഇത് കാണിച്ചിട്ടാണ് അവർ ബിസിനസ് കൺഫേം ആക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ സിനിമ അവർക്ക് കാണണം. ഫുൾ സിനിമ അവർ കണ്ടതിന് ശേഷമാണ് OTT ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മിക്കവാറും മുംബൈയിലാണ് മിക്ക OTTയുടെയും ഇതുള്ളത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരു മലയാള സിനിമ ആയതുകൊണ്ട് 2-3 മലയാളികളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ OTT മലയാളം മാത്രമല്ല ചെയ്യണത്, എല്ലാ ലാംഗ്വേജിലും ഇത് ചെയ്യണം. എല്ലാം കൂടി ചേർന്നിട്ടാണ് അവർ ചെയ്യണത്. അപ്പോൾ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഇത്തരം ലാംഗ്വേജിൽ നിന്നുള്ള ആൾക്കാരും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ സബ് ടൈറ്റിലുള്ള ഒരു കണ്ടന്റാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞിട്ടാണ് അതിന് മാർക്കിട്ട് കഴിഞ്ഞിട്ട് പറയും ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾ പറഞ്ഞു ഓക്കെ ഇത് ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം ഇത്രം ഇവരുടെ വർക്കൗട്ടോ, കന്നഡ ചിലപ്പോൾ ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നവരിപ്പോൾ ഒരു ഫിഗർ പറയും, ഒരു ഫിഗർ എത്തും. അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ പറയും ഇത് എന്തായാലും ഈ സിനിമ എടുക്കണം, എന്തായാലും നമുക്ക് എടുക്കാതെ പറ്റില്ല എന്ന് പറയും. ചില ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വേണ്ട, വർക്കൗട്ട് ആവില്ല എന്ന് പറയും. അപ്പോൾ നമ്മളൊരു സിനിമ എടുത്ത് ഇത്ര ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടാലും മാത്രമാണ് ഈ ഒരു ബിസിനസ് കിട്ടുന്നത്. പണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഒരു നല്ല സിനിമ ആയിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ബിസിനസ്സിന് വേണ്ടി സിനിമ എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. നല്ല സിനിമ ആയിരിക്കണം എല്ലാ രീതിയിലും. അതിൻ്റെ വിഷ്വലി, അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ ഈ പറയുന്ന സൗണ്ട്, സ്പെഷ്യൽ എഫക്റ്റ്, ഇതെല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ആയാലും മാത്രം ഒരു സിനിമ OTT എടുക്കുള്ളൂ. അതും അവർ പറയണ ഇതിൽ. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം പലതുണ്ടെങ്കിലും പല OTT പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ മലയാള സിനിമ എടുക്കണില്ല. ആകെ 2-3 മാത്രമാണ് എടുക്കുന്നത്.
അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ ഇത്രയധികം സിനിമകൾ വന്നാക്കിയാണ്. അപ്പോൾ അവർക്കത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ലിബർട്ടി ഉണ്ട്, ഇഷ്ടംപോലെ സിനിമകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മിക്ക സിനിമകളും അവോയ്ഡ് ചെയ്യും അവർക്ക് വേണ്ട. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പം നമ്മൾ അവരെ വീണ്ടും കൺവിൻസ് ചെയ്യാറുണ്ട്. നമ്മളെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇത് പറയുകയാണെങ്കിൽ വീണ്ടും പറയാം അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു നോ പ്രോബ്ലം, ലെറ്റ് കം ടു ദ തിയേറ്റർ ദെൻ വി വിൽ സീ. തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ക്ലിക്ക് ആവുമോ നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് അത് ഇതാവേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവരായിട്ട് സംസാരിക്കുക. അവർ ചിലപ്പോൾ നമ്മൾ തന്നെ അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഹിറ്റ് സിനിമകൾ വേണമല്ലോ. OTT പ്ലാറ്റ്ഫോം ഇത്രയധികം മില്യൺ മുടക്കിയിട്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെല്ലാ മാസവും സിനിമ വന്നിട്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എല്ലാ മാസവും ഇതിന്റെ ഒരു സബ്സ്ക്രിപ്ഷന് വേണ്ടി പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല സിനിമകൾ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത് മാറ്റി. അപ്പൊ അവരും ഇതിന്റെ ഒരു ആവശ്യക്കാരാണ്. അപ്പൊ സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും നമ്മൾ അപ്രോച്ച് ചെയ്യും. നമ്മൾ പറഞ്ഞ ഫിഗർ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴോട്ട് വരും. ഇപ്പോൾ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ബേസിക് പേയ്മെന്റ് എങ്ങനെയാണ് ഈ OTT പ്ലാറ്റ്ഫോംസ്? അതായത് ചില ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ 100 കോടിയുള്ള സിനിമയൊന്നും നമുക്ക് ഒരു സാധാരണ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ചില OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഡബിൾ ഡിജിറ്റ് തന്നെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത്, അതായത് 10 കോടിക്ക് മേലെ 10 കോടിക്ക് താഴെ ഉള്ളതെന്നുള്ളതിൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനത്തെ സിനിമയാണെങ്കിലും അങ്ങനത്തെ ഇതിൽ വന്നു. അപ്പം നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്ന് അവർക്ക് മലയാള സിനിമ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര റവന്യൂ അവർക്ക് കിട്ടുന്നില്ല. ഇത് ഈ പറഞ്ഞ ഹിന്ദി അല്ലെങ്കിൽ തമിഴോ തെലുങ്കിൻ്റെ പോലെ നമുക്ക് കിട്ടണില്ല. അവരുടെ അവർ കറക്റ്റായിട്ട് അവരുടെ ഡാറ്റ ഉള്ളതാണ്. അപ്പം ഇതിൽ വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. നമ്മളൊരു സിനിമ എടുത്താൽ OTT കൊടുക്കണോ, നല്ല സിനിമ ആയിരിക്കണം, ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാവണം, തിയേറ്ററിൽ ജനങ്ങൾ ഇതാവണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് 5 കോടിയുടെ 25 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് കഴിഞ്ഞിട്ട് ഒരു 15 കോടിക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ ബഡ്ജറ്റ് ഇതാണെന്ന് പറയും, അവരത് വിശ്വസിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് 15 കോടി തന്നു. അപ്പോൾ 5 കോടിയാണ് മുടക്കാക്കണത്, 10 കോടി ലാഭമായി. ആ പരിപാടിയൊക്കെ നിന്നുപോയി. ഇപ്പൊ അവർക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് എത്ര പൈസ മുടക്കിയിട്ടുണ്ടെന്നും. പിന്നെ എത്ര ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടേതായ ഒരു ഫിഗർ ഉണ്ട്. അല്ലാതെ അവര് ബഡ്ജറ്റ് പറഞ്ഞിട്ട് അതിന്റെ ഒരു 75% ഒന്നും അവർ തന്നെയില്ല. അതാണ് വാസ്തവം. ഇപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും OTT സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് ആരാണ്? അല്ല, ആർട്ടിസ്റ്റിന്റെ അല്ല, ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നു ഇന്ന ആർട്ടിസ്റ്റിന് ഇന്ന ആർട്ടിസ്റ്റ്. മോഹൻലാലിന്റെ പടത്തിനൊക്കെ, മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പടത്തിലൊക്കെ അവർക്കൊക്കെ അതനുസരിച്ചിട്ടുള്ള സെറ്റപ്പുകളും ആ റിലേഷന്റെ പുറത്തൊക്കെ ചിലപ്പോൾ ബിസിനസ് ഉണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ ഈ പറയുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. ഏത് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ട് ഇപ്പം ഞാനാണ് ഈ ഒരു OTT ഇതിന്റെ ഓണർ എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരോട് ചോദിക്കില്ല. അവരൊക്കെ പല ആൾക്കാരും പിരിച്ചു വിട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്, ഡിസ്മിസ് ചെയ്തിട്ട്. അതായത് ഈ പറയുന്ന റോങ് ഇതിൽ കൂടെയൊക്കെ സിനിമ എടുത്തു. അപ്പോൾ ഏത് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ സിനിമ നല്ല ആണെങ്കിൽ മാത്രമാണ് അവരെടുക്കുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പല പ്രാവശ്യം കൈകൊള്ളിയായിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ആരും ചെയ്യണില്ലെന്നുള്ളതാണ് വാസ്തവം. ഇപ്പം സാറിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പ്രൊമോഷൻ വൈസ് ഏറ്റവും വൈസായിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് സാറെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. ഇപ്പോൾ ആടുത്തിരയുടെ പ്രൊമോഷനെ കുറിച്ച് തന്നെ സാറ് പറഞ്ഞല്ലോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് പല ഇൻ്റർവ്യൂസിലും സാറിനോട് പലരും ചോദിച്ചിട്ടുണ്ടായിരിക്കും ബിജു മേനോൻ്റെ ഇഷ്യൂ. അപ്പം അതിനോട് ചേർന്ന് മലയാളത്തിലൊരു പ്രമുഖ നടൻ പറഞ്ഞത് ഈ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ നിരന്നിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് സിനിമയ്ക്ക് എങ്ങനെയാണ് പ്രൊമോഷൻ കിട്ടുന്നതെന്ന് മലയാളത്തിലൊരു പ്രമുഖ നടന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ മലയാള സിനിമയിൽ തന്നെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് പോകേണ്ട അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടോ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്? എൻ്റെ ഒരു ചിന്തകളിൽ ഞാനത് എപ്പോഴും പറയണ ഒരു കാര്യമാണ്. അതായത് ഒരു സിനിമ ഒരു തേഴ്സ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ തിയേറ്ററിൽ വന്നെന്ന് ജനങ്ങളോട് അറിയിക്കുക, ആ സിനിമ ഇന്നതാണെന്ന് അറിയിക്കുക. അല്ലാതെ പിന്നെ ആ സിനിമയെ പറ്റി വലിയ കഥകളൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ആൾക്കാർ അത് കേട്ട് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വരുന്നു പറഞ്ഞാൽ ഒരിക്കലും, പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ, അതായത് സിനിമയിൽ അഭിനയിച്ചാക്കണ ആർട്ടിസ്റ്റുകളെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്തവരാണെങ്കിൽ നമ്മൾ നോക്കില്ല. അതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സിനിമയിൽ നമ്മളൊരു വലിയ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റിനെ, ഒരു 1-2 ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയണ പല ഇപ്പം നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇത് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കേട്ട് കഴിയുമ്പോൾ ആ സിനിമയെ പറ്റി പറയണം, ആ സിനിമയിലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കുമോ ഈ സിനിമ വരികയാണെങ്കിൽ കാണണം, അല്ലെങ്കിൽ ഇന്ന സിനിമ വന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊരു ഇതറിയാം. ആ ഒരു അവയർനെസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു മോശമായിട്ട് എടുത്ത സിനിമനെ ഒരു കുറേ ഇൻ്റർവ്യൂ വെച്ച് കഴിഞ്ഞിട്ട് ഒരു നല്ല സിനിമയൊക്കെ ഇട്ട് ജനങ്ങളെ കൊണ്ടുപോകാമെന്ന് ഇതൊന്നും നടക്കുമെന്ന് ഒരു വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ ഇത്, എല്ലാവരും ഇൻ്റർവ്യൂ എടുത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂ എടുത്തണം, എല്ലാവരും കുറേ ഹോൾഡിങ് വെക്കുന്നു, നമ്മളും ചെയ്യണം. ഇപ്പം ഞാൻ അതിനൊക്കെ സത്യം പറഞ്ഞിട്ട് എന്നെ അഗേൻസ്റ്റാണ്.
ഇപ്പൊ 2018 സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരെയും കൂടി ദുബായി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണ കാര്യത്തിലൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ ഒരു സിനിമയിലും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ 2018 വന്നിട്ടില്ല, ഈ പറയുന്ന രേഖാചിത്രത്തിൽ വന്നില്ല, മാളികപ്പുറത്തിന് വന്നില്ല. അപ്പൊ ഇവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, സിനിമ ഓടി സക്സസ് ആവണമെന്നെങ്കിൽ നമ്മളൊരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ നടത്തും. 3 സിനിമക്ക് സക്സസ് സെലിബ്രേഷൻ നടത്തി. അപ്പം നമ്മുടെ പൈസ കൊണ്ടല്ല, ഏത് നമുക്ക് ഓൾറെഡി വന്നാക്കണം ലാഭത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഇപ്പം ഞാൻ അവിടെ ഒരു വലിയൊരു ഇവരെല്ലാവരെയും കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം നടത്തി. ഇപ്പോഴത്തെ ഇതിൽ ചിലപ്പോൾ ഒരു 25-30 ലക്ഷം രൂപ ചിലവായി. നാളെ എന്നിട്ട് ഇവിടെ സിനിമ നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ ഇത്ര ആൾക്കാർ ദുബായി പോയിട്ട് അതുകൊണ്ട് ഇവിടെ പോയിട്ട് സിനിമ ആണെന്ന് ആരും വിചാരിക്കില്ല. മനസ്സിലായി? ദുബായിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എത്ര പേര് കാണും? ആ വന്നാക്കണതിൻ്റെ ഒരു 90% ആൾക്കാരും ഇവിടെ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ ആ സിനിമ കാണില്ല. ഈ പറയണ 45-50 റംസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തിൻ്റെ ഇതായിട്ടാണ്. അപ്പം ഇതാണ് റിയാലിറ്റി എന്ന് പറയണത്. ഇത് ഈ ആർട്ടിസ്റ്റ്. അപ്പം എൻ്റെ ഇതിലിപ്പോൾ ആരെങ്കിലും ആർട്ടിസ്റ്റ് വന്നില്ലേ, ഇപ്പം 2018 സമയത്ത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പലതും ആർട്ടിസ്റ്റുകൾക്ക് ട്രാവൽ ചെയ്യും. ഇതാണ് സംഭവിച്ചിരുന്നു. നമുക്ക് പർപ്പസിലല്ല, ഒരു വേറെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിരുന്നു. ആ സിനിമക്ക് എന്തെങ്കിലും പറ്റിയ ഈ അടുത്ത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും അധികം കളക്ട് ചെയ്ത സിനിമ അതായിരുന്നു. ഒരാൾ പോലും മിഡിൽ ഈസ്റ്റിൽ ഒരിടത്തും പോയില്ല. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അത്രയധികം കളക്ഷൻ കിട്ടിയാക്കണ വേറെ സിനിമ വേറെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പം അതെല്ലാം ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ ഇതാണ് സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്നാലും എല്ലാവരും കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇവരും എന്നൊക്കെയാണ് വാശി പിടിക്കുന്നത്. അതാണ് ഇതിൽ സംഭവം. ഇപ്പോൾ പലപ്പോഴും ഈ സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയപ്പോൾ തന്നെ ഈ വനിതാ തിയേറ്ററിന് മുന്നിൽ കേക്ക് കട്ട് ചെയ്ത് സക്സസ് സെലിബ്രേഷൻ ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ കാണാറില്ല. ഇടയ്ക്ക് അത് ഭയങ്കരമായിട്ട് വ്യാപകമായിട്ടുണ്ടായിരുന്നു സക്സസ് സെലിബ്രേഷൻ. ഫസ്റ്റ് ഷോ കഴിയപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങും. ഇപ്പം അങ്ങനെ അത് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അത് പ്രൊഡ്യൂസേഴ്സ് എനിക്ക് തോന്നുന്നു അവർ തന്നെ ഇടപെട്ട് നിർത്തിയതായിരിക്കും അല്ലേ? ആയിരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞിട്ട് എനിക്ക് ഒരു ഷെയിം പോലെയാണ്. അതായത് അതൊക്കെ ആരാണ് ശ്രദ്ധിക്കുന്നത്? ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ സിനിമകളല്ലാത്ത സിനിമകളാണല്ലോ ഒരു 99.9 വന്നിട്ട് നമ്മൾ പലപ്പോഴും ഒരു സിനിമ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ കേക്ക് കട്ട് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മളത് വെച്ച് കഴിഞ്ഞിട്ടൊന്നും ഒരു സിനിമ കാണാനായിട്ട് ഒരിക്കലും പോണില്ല എന്നുള്ളത്. അപ്പൊ എന്നെ പോലെ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അപ്പൊ അതൊന്നും ഒരു ഇതല്ല. പിന്നെ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു സിനിമ എടുത്താക്കണായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരോടും പറയുന്നത് സാർ നമുക്കൊരു കേക്ക് അവിടെ കട്ട് ചെയ്യാം ഇതായി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാണുമ്പോൾ ആ സിനിമ അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് ആയിരിക്കാം ചെയ്യണം. പക്ഷെ അതിലൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. സാർ ഇപ്പോൾ ആടുത്തെയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിനായകന്റെ ഡ്യൂഡ് എന്ന ക്യാരക്ടറാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്. എന്താണ് സാറിന് ഡ്യൂഡിനോട് ഇത്ര ഒരു പ്രിയം തോന്നാനുള്ള കാരണം? വിനായകൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ സത്യം പറഞ്ഞ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഷൂട്ടിന്റെ സമയത്ത് അല്ല ഷൂട്ട് 2 ദിവസം ആണ് ഞാൻ പോയേക്കണം. ആ ദിവസങ്ങളിൽ വിനായകൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ പക്ഷെ ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇത് പ്രത്യേകിച്ച് ഫസ്റ്റും സെക്കൻഡ് തേർഡ് വരെ അറിയാലോ ഒരു വളരെ ഈസി ആയിട്ടാണ് ഇത് ചെയ്താക്കണം. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ഇത് വന്നാക്കണത്. അപ്പൊ പ്രത്യേകിച്ച് ആ ഒരു വേറെ ഒരു ഇതിലാണല്ലോ. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിക്കും ഭയങ്കരമായിട്ട് ആ രീതിയിൽ തന്നെയാണ് പുള്ളി ഇതിൽ ചെയ്താക്കണം. സാർ ഇപ്പോൾ ഈ ആട് 3യുടെ കാര്യത്തിൽ സാർ എടുത്ത ഏറ്റവും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ സാർ എടുത്തൊരു ടഫസ്റ്റ് ഡിസിഷൻ എന്തായിരിക്കും? അല്ല ഇതിൽ ഞാനതിലോട്ട് എൻ്റെ അടുത്ത് വിജയ് ബാബു അപ്രോച്ച് ചെയ്തു. എൻ്റെ അടുത്ത് ഒരു 1 ലൈൻ സ്റ്റോറി പറഞ്ഞു ഇതിനെപ്പറ്റി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആട് സെക്കൻഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ആലോചിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ല ഇതിൻ്റെ സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞ് എനിക്ക് അതിൻ്റെ PDF അയച്ചു തന്നു. ഞാൻ എന്നിട്ട് ദുബായ് ചെന്നിട്ട് ആദ്യം ഞാൻ ആട് സെക്കൻഡ് കണ്ടു എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ഹ്യൂമർ സിനിമ ഇതിലുണ്ടെന്ന് മനസ്സിലായി. അത് കൂടാതെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വേറൊരു ഈ ടൈം ട്രാവലിംഗ് അങ്ങനത്തെ കുറച്ച് സാധനം കൂടെ ഉണ്ടെന്ന് കഴിഞ്ഞപ്പോൾ ഇതിനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ ഈ ഓവർസീസ് അല്ലെന്നുണ്ടെങ്കിൽ OTT ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരു ചെറിയ ഡിമാൻഡ് ഉണ്ട് ഈ സിനിമക്ക്. അതായത് നല്ല സിനിമയാണെങ്കിൽ നമ്മൾ എടുക്കാന്നുള്ള രീതിയിൽ വെർബിലെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു, കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്താക്കുന്ന സിനിമയായിട്ടുള്ള ആ ഒരു ജോണറിൽപ്പെട്ടതല്ലെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ബിസിനസ്സും പിന്നെ ആൾക്കാരെന്തായാലും വരും. ഇതെല്ലാം നമ്മളുടെ ഓരോരോ കണക്കൂട്ടലുകളാണ്. നാളെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെട്ടാലും മാത്രമാണ് ഈ സിനിമ വിജയിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല നമ്മളിതിൽ എത്ര ആവേശം കൊണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എത്ര നല്ലതാണ് അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ജനങ്ങളാണ് അൾട്ടിമേറ്റ് ആയിട്ട് അത് വിധി കർത്താക്കൾ. ടൈം ലൂപ്പ് ഉണ്ടല്ലേ?
അതെ അതൊക്കെ ഒരു പുതിയൊരു അനുഭവമായിരിക്കുമല്ലോ പ്രേക്ഷകർക്ക്. അതെ 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 അങ്ങനെ അങ്ങനെ തന്നെയാണ്. സാർ, ഇപ്പോൾ ഈ താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ച് ഇപ്പോൾ ഫെഫ്ക തന്നെ റീസെൻ്റ് ആയിട്ട് ഒരു നടിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു, ഒരു സിനിമയെ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ സിനിമയുടെ പ്രതിഫലം കേട്ട് ഞെട്ടിപ്പോയെന്ന്. അപ്പോൾ ഈ പലപ്പോഴും സാറ് പല നടന്മാരുമായിട്ടും നടന്മാരുമായിട്ടൊക്കെ വളരെയധികം അടുത്ത സൗഹൃദമുള്ളൊരു പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. അപ്പോൾ ഈ പ്രതിഫലം ഇങ്ങനെ കൂട്ടുന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ വേർഷൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെ വേർഷൻ നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. അപ്പം സാർ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു വെർഷനെ കുറിച്ച് സാറിന് എന്താ തോന്നിയിട്ടുള്ളത്? അല്ല, ഇതെന്താണെന്ന് അറിയാമോ, ഇവര് എത്ര വേണമെങ്കിലും ചോദിച്ചോട്ടെ. ഒരാളുടെ അവരുടെ ഒരു സർവീസ് നമ്മൾ മേടിക്കാനുള്ള ചെയ്യണത്. ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടർ വന്നു കഴിഞ്ഞിട്ട് അഭിനയിക്കും എന്ന് പറഞ്ഞ ഒരു സർവീസാണ്. അപ്പോൾ അവർക്ക് എത്ര വേണമെങ്കിലും ഡിമാൻഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പറയണം. ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള പല ജോലികൾക്കും ഉണ്ടല്ലോ, ഇപ്പോൾ ഇത്രയാണ് പൈസ, ഇന്ന ജോലിക്ക് ഇന്ന പൈസ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇതുവരെ പറയാത്ത സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം. ഇതിലിപ്പോൾ ഗവൺമെൻറ് പറയണം, ഓക്കെ ഇത്ര വർഷം ഇത്ര സിനിമകൾ അഭിനയിച്ചാക്കുന്ന ആൾക്കാർക്ക് ഇത്ര പൈസ, സ്ലാബ് പോലെ ആദ്യമായിട്ട് വന്നാക്കാൻ വേണ്ടി അങ്ങനെയൊന്നും വരാത്ത സ്ഥിതിക്ക് അവർക്ക് എത്ര വേണമെങ്കിലും ഇത് ചോദിക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫൈനൽ കോൾ എടുക്കുന്ന പറഞ്ഞൊരു പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ ഇത് ഇന്ന ആളാണ് വേണ്ടത്. അപ്പം നമ്മൾ പറയണം ഓക്കെ അത് നമുക്ക് നടക്കൂല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം ബഡ്ജറ്റ് വരുന്നുണ്ട്, പിന്നെ അതുകൂടാതെ വേറെ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്തയിലോട്ട് പോവാണ്. അപ്പോൾ അത് പോയ സമയത്ത് ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ അവർ പറയണത് അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ വർക്കാവില്ല എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന് ഇന്നാൾ തന്നെ വേണം. അപ്പോൾ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യണില്ല. ഞാൻ എത്രയോ സിനിമകൾ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യണില്ല. നമ്മുടെ കയ്യിലിരിക്കണ പൈസ അല്ലേ, നമ്മളല്ലാതെ അവരത്ര ചോദിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിതപിക്കണേൽ എന്താ കാര്യം? അവരെത്ര വേണമെങ്കിലും ചോദിച്ചോട്ടെ, അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പം അവർ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കണക്കൂട്ടണം. ഓക്കെ ഇവരെടുത്ത് ഇത്രയൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ വർക്കായില്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? OTT എടുക്കില്ല. അപ്പോൾ എൻ്റെ ഇത്ര നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രോജക്റ്റ് ഞാൻ വേണ്ടെന്ന് നോക്കും. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ കുറയാൻ സാധ്യതയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും ലോകത്തില്ലാത്ത പൈസയൊക്കെയാണ് മേടിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഫീസ് ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ, മറ്റേ ഹൃദയം മാറ്റി വെക്കണ സർജറി ചെയ്യണ ഒരു ഡോക്ടറാണെങ്കിൽ പോലും അയാൾക്കൊരു ശമ്പളവും ഇതുണ്ടല്ലോ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെയ്യുന്ന ചില ടെക്നീഷ്യൻസ് ഒക്കെ ചോദിക്കണ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഒരു ശമ്പളം ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ അവരൊരു ഭയങ്കര ഇത് പറയണം. നമ്മൾ വേണ്ട അടുത്ത ആളിലോട്ട് പോകുക, അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരാളിലോട്ട് പോകുക. മനസ്സിലായില്ല, കഴിവുള്ളത് മതി, അല്ലാതെ ഇതിലൊന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയണത് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി മാക്സിമം ഈ പറയുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് റിസ്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിയേറ്ററിലോട്ട് നല്ല കഥകൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബിസിനസ് ആയതുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് മലയാളം. അപ്പം ഞാൻ പറയണത് നിങ്ങൾ ചോദിച്ചതിനെ വെച്ച് കഴിഞ്ഞാൽ അവരെത്രയെങ്കിലും ചോദിച്ചോട്ടെ, ഞാനത് ഒരിക്കലും മൈൻഡ് ചെയ്യാത്തത്. എനിക്ക് പറ്റിയതാണോ നമ്മൾ ചെയ്യും. ഇപ്പം തന്നെ നമ്മൾ ചില സിനിമകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കുറേ നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർ പറയുമ്പോൾ സാർ എൻ്റെ അടുത്ത് പറയും, സാർ ഇന്ന ഇതാണ് ഇത്ര ചോദിച്ച് ഞാൻ പറയും ഇനി അവനെപ്പറ്റി സംസാരം തന്നെയില്ല, അടുത്ത ആളിലോട്ട് പോയിക്കോന്ന് പറയും. ഒരു മര്യാദയില്ലാത്ത അതെ ഒരു മര്യാദയില്ലാത്ത റേറ്റാണ് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാർഗൈനിങ് എന്ന് പറഞ്ഞതിനെ പോലും ഞാൻ നിൽക്കില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഞാനിപ്പോൾ കൺഫേം ആക്കിയാക്കണ ഒരു സിനിമയിൽ നമ്മളൊരു ആക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അതിൽ ഈ പറയുന്ന ആക്ടറിന് പല ഇതും കുറേയും കൂടി ആഡ് ചെയ്യണം, കുറേയും കൂടി സ്ക്രീൻ പ്രസൻസ് വേണം, കുറച്ചും കൂടി ഇത് വേണം. ഞാൻ പറഞ്ഞു ഇനി സംസാരമില്ല, ഇത് ഞാൻ ഓക്കെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമായ ഒരു കഥയാണ്, ഞാൻ പറയുന്നത് വിചാരിച്ചിട്ടല്ല പറയണം. പക്ഷെ നമ്മളൊരു ഒരു ഒരു എന്താണ് ഒരു കഥ ഒരാളുടെ മനസ്സിൽ രൂപം കൊണ്ടു, ചിലപ്പോൾ അയാൾ തന്നെ സ്ക്രിപ്റ്റ് ആക്കി, അതൊരു മനോഹര സ്ക്രിപ്റ്റ് ആണെന്ന് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എന്നിട്ട് പ്രൊഡ്യൂസറിനും അത് ഇഷ്ടമായി, അതൊരു ഡയറക്ടർ അറ്റാച്ച് ചെയ്ത് ഡയറക്ടറിന് ഇഷ്ടമായി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകണം. ഞാൻ പറഞ്ഞ വലിയ വലിയ ആർട്ടിസ്റ്റുകളല്ല പറയണം. ചില ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയല്ല നോക്കണത്, അവൻ ഈ പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ റോള് മാത്രമാണ്. അപ്പോൾ പറയണത് എൻ്റെ റോൾ ഇത് കുറഞ്ഞു, സ്ക്രീൻ പ്രസൻസ് കൂടിപ്പോയി, അപ്പോൾ എനിക്ക് അവിടെ കുറച്ച് ഡയലോഗ് വേണം, ഇന്ന സ്ഥലത്ത് തന്നെ ആഡ് ചെയ്യും. അപ്പോൾ എന്താണെന്നാ പറയണ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ മാറ്റിയാണ് ഏതൊരാളുടെ ഇപ്പോഴും അങ്ങനെ പറയാറുണ്ടോ? പറയണ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണില്ല. ഇപ്പം ഇന്നലെ വന്നാക്കണ കുറേ ആൾക്കാരുണ്ട്, ചില അധികം ഒരു യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലോകത്തോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലായി, അവർക്ക് എന്തും പറയാം. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഇഷ്ടംപോലെ പ്രൊജക്റ്റുകൾ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ധൈര്യം, ഇവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ അഹങ്കാരവും ഈ പറയുന്ന പ്രൊഡ്യൂസർ ഈ പറയുന്ന സെറ്റിലാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്നപ്പോൾ അഭിനയിക്കും, അത് കഴിഞ്ഞാൽ കാരവനിൽ പോയിട്ട് ഇരിക്കും, ഇങ്ങനത്തെ കമന്റ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ
ഈ പൈസ മുടക്കുന്ന ആൾക്കാർ കുറേയും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു കൺട്രോൾ വരുത്തി ഈ ബിസിനസ്സിനെ കറക്റ്റ് കൊണ്ടുപോകണമെന്നാണ് എനിക്ക്. അല്ലാതെ പൈസ മുടക്കി കഴിഞ്ഞിട്ട് അവനെന്ത് പറയുമെന്ന് വിചാരിച്ചാൽ അവൻ കാരവൻ്റെ അകത്തും ഇവൻ ഏതെങ്കിലും തെങ്ങിൻ്റെ വീട്ടിൽ പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കണ സ്ഥിതിയൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് കാരവൻ കയറി ഇരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കുറേ കൂടി കൺട്രോൾ ചെയ്യണം. നമ്മൾ പൈസ മുടക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു കൺട്രോൾ ചെയ്യണം. അതാണ് എൻ്റെ ഒരു കൺട്രോൾ വെക്കണം. ഇപ്പം സാറ് മമ്മൂക്കായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. അപ്പോൾ മാമാങ്കത്തിന് ശേഷം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് മമ്മൂക്കായിട്ടുള്ളൊരു നെക്സ്റ്റ് പ്രോജക്റ്റ്. അതിൻ്റെ എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ? മമ്മൂക്കായിട്ട് ഇങ്ങനെ ഇത് ഞാൻ പല ഇൻ്റർവ്യൂവിലും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലേ അത് മമ്മൂക്കിൻ്റെ അടുത്ത് നമുക്ക് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ ധൈര്യപ്പെട്ട് പോകാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് എൻ്റെ മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം മാമാങ്കത്തിൻ്റെ അറിയാലോ, അതിൽ പല പല ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഞാൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ക ഒരു ഇതായിരിക്കണം. അത് മമ്മൂക്കൊക്കെ പറ്റിയതായിരിക്കണം. എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി കഴിഞ്ഞിട്ട് ഒരു മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പല ആൾക്കാരും ഈ ഇൻ്റർവ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വരാറുണ്ട്. ഒരു മമ്മൂക്കയുടെ കഥ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വായിച്ചു കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നിരാശ തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കിട്ടണം, അത് ഒരു നല്ല അതിനനുസരിച്ചുള്ള ഡയറക്ടർ കിട്ടണം. ഇത് രണ്ടും ആയി കഴിഞ്ഞിട്ടാണെങ്കിലും മമ്മൂക്കയുടെ അടുത്ത് നമുക്ക് കൊണ്ടുപോയി ചെല്ലാൻ പറ്റും. ഇനി പിന്നെ ഇതിൻ്റെ ഒരു ഫൈനലായിട്ടെന്ന് പറഞ്ഞാൽ മമ്മൂക്കൊക്കെ ഇഷ്ടമാവണം അത് എന്താണെന്ന്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ നമ്മൾ ഈ സിനിമയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോണതിന് മുന്നേ ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്കിനെ വെച്ചിട്ട് ഒരു പടം എടുക്കണം എന്നുള്ളതാണ്. മമ്മൂക്ക, ലാലേട്ടൻ ഇവരൊക്കെ വെച്ചിട്ട് ലാലേട്ടനുമായിട്ടുള്ള ഭദ്രൻ സാറിന്റെ പ്രോജക്റ്റ് അതിന് ഏതെങ്കിലും രീതിയിൽ ഓണാവാൻ സാധ്യതയുണ്ടോ? ആൻഡ്രോ ജോസഫാണ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു കഥ കേൾക്കണമെന്ന് പറഞ്ഞ്. കഥ കേൾക്കണ ദിവസമാണ് ഭദ്രൻ സാർ വന്നിട്ട് കഥ പറയുന്നത്. പുള്ളിയുടെ റൈറ്ററും ഉണ്ടായിരുന്നു. ആ സമയത്ത് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരുന്ന് കഥ പറഞ്ഞു. ഗംഭീരമായ കഥയായിരുന്നു. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഒരു മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തകൾ വന്നിട്ടുണ്ടല്ലോ. ഭദ്ര സാർ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം അതിൻ്റെ ആക്ഷൻ സീനുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം ഇതായിരുന്നു. പക്ഷേ അതിൻ്റെ ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞ പോലെ വലിയ ബഡ്ജറ്റായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ കുറേ അധികം ബിസിനസ് ചെയ്യേണ്ടതാണ്. അപ്പം ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകണോട്ടെ ആളാണ്. അപ്പോൾ എനിക്ക് വലിയ റിസ്ക് എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് ചെയ്യാനായിട്ട് അത് താല്പര്യമില്ല. ഇപ്പോൾ ഒരു നല്ല ഒരു കഥയും ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ആ രീതിയിൽ വലിയ ടെൻഷനൊന്നും ഇല്ലെങ്കിൽ മാത്രം ചെയ്യണതാണ്. അപ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ നേരത്തെ പാട്രിയേറ്റ് ഒക്കെ പോലത്തെ ഒരു വലിയ സിനിമയാണ്. ലാലേട്ടൻ ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോണ ഇതൊക്കെയാണ്. പക്ഷേ ബഡ്ജറ്റായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം. സാർ ഇപ്പോൾ പല സിനിമകളും സാറിൻ്റെ പല സിനിമകളും കാണുമ്പോൾ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകാറുണ്ട്. പ്രത്യേകിച്ചും മാളികപ്പുറത്തിലെ ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ ഇതിനൊരു തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ രേഖാചിത്രം, നമ്മളങ്ങനെ ആഗ്രഹിച്ചു പോകാറുണ്ട്. അപ്പോൾ സാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? സാറിൻ്റെ ഏതെങ്കിലും സിനിമകൾ രണ്ടാം ഭാഗം വേണം എന്നുള്ളത്? ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ചെയ്താക്കുന്ന ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ മാളികപ്പുറം ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചില ടെക്നീഷ്യൻസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതിനൊരു ഇതുണ്ടെന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഒരു സിനിമ എടുത്ത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് അത് അവിടെ വെച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ അത് അവസാനിച്ച് പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ആട് 3 ഇപ്പോൾ ഈ ഇറങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഇതിന് ഉള്ള ഒരു സംഗതി ഇട്ടിട്ട് തന്നെയാണ് ചെയ്യണം. അങ്ങനെ നമ്മളൊരു പ്രോപ്പർ പ്ലാനിങ്ങിലൊക്കെ പോകണമെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ അതില്ലാതെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ഇഷ്ടംപോലെ നല്ല നല്ല കഥകളും ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കണേണല്ലോ. അപ്പോൾ സിനിമ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്, ഇതുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മറ്റേത് പോയിട്ട് ഒരു പരീക്ഷണം നടത്തേണ്ടതെന്നാണ് ഞാനിപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പോൾ 2018 നമ്മൾ മലയാളികളെല്ലാം സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമവും വന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച വേദനിപ്പിച്ചൊരു സംഭവമാണ് വയനാട് ദുരന്തം. അപ്പോൾ അതിനെ ആസ്പദമാക്കിയ ഒരു സിനിമ, അതും മലയാളികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹവും കാണും. കാരണം വയനാടിനെ മൊത്തത്തിൽ കവർന്നെടുത്തല്ലോ. അപ്പോൾ അത്തരം ആലോചനകൾ നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്ന പല സിനിമകളും ഈ വയനാട് ഉരുൾപൊട്ടൽ ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തി ചില സിനിമകൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ചില ഷൂട്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട്. എൻ്റെ അടുത്ത് തന്നെ പലപ്പോഴും കഥയും പറഞ്ഞിട്ടുണ്ട് ഇതായിട്ട്. പക്ഷെ അത് നമുക്കത് ആ സ്റ്റോറി കേൾക്കുമ്പോഴേ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിനിമാറ്റിക് ഇതിൽ ആൾക്കാരെ പിടിച്ചിരുത്താനായിട്ടുള്ള ഒരു സംഭവം ഒന്നും ജൂഡും സാറും കൂടെ ചേർന്ന് അങ്ങനെ എന്തെങ്കിലും ജൂഡും ഞങ്ങളുടെ 2018-23 ഇത് ആ റിലീസായതിനു ശേഷം ഞാൻ ജൂഡും കൂടി ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ സംസാരിച്ചിരുന്നു. പക്ഷെ അത് ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ജൂഡ് തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന് കഥ പറയാം. ഞാൻ അന്ന് പറഞ്ഞു ഇവിടെ ഇത് ഞാൻ ചെയ്യാൻ റെഡിയാണെന്നാണ് അത്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ അതിനെപ്പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞാൻ പറഞ്ഞ്
ഞാനത് ചെയ്യാം, പക്ഷെ ഇന്ന ആർട്ടിസ്റ്റ് ആയിരിക്കണം. അല്ല, അത് ഏതൊരു അതിന്റെ ജോണർ അങ്ങനെ എന്തെങ്കിലും? അത് ഇതാണ്, ഈ കടൽ തന്നെയാണ് അതിൽ. ഓഹോ, അത് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്? അല്ലല്ല, കടലല്ല, അതൊരു വ്യത്യസ്തമായ സിനിമയാണ്. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജൂഡിനോട് പറഞ്ഞു, ഇവിടെ ഇതൊരു ഹിറ്റ് സിനിമയാണ്, എനിക്ക് ഒരു സംശയമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ രീതിയിൽ തന്നെയാണ്. 2018 എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ജൂഡ് കുറേ നാൾ നടന്നു. ഇതിൽ ജൂഡ് പറഞ്ഞു വിടും, ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ ഈ സിനിമ ചെയ്യാമെന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞേക്കണ ആർട്ടിസ്റ്റ് ഇതുവരെ കഥ കേട്ടിട്ടില്ല. അപ്പോൾ അതാണ് പുള്ളി അങ്ങനെ അത്ര എപ്പോഴും അങ്ങനെ സിനിമ ചെയ്യണ ആളോ അല്ല. മലയാളിയാണോ? മലയാളിയാണ്. ഞാനപ്പോൾ ജൂഡിനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കും എന്തായി, അപ്പോൾ ജൂഡ് പറയും കേൾക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ പുള്ളി ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടന് ഇഷ്ടമായതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായതാണ്, ഹിറ്റാണ്. അന്ന് ഞാൻ കഥ കേൾക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെയും കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ചെയ്യുക എന്ന് വെച്ചാൽ കടലാണ്. അപ്പോൾ ഇപ്പം ജൂഡിനും ഇപ്പം എനിക്ക് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കടൽ നിസ്സാരമായിട്ട് ഷൂട്ട് ചെയ്യാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2018 ഉള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് ജൂഡും കൂടി ചേർന്നിട്ടാണ് ആ കഥ എഴുതിയാക്കുന്നത്. ഇതിൽ കോ റൈറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എനിക്കൊരു ആഗ്രഹമുണ്ട്. വലിയ ബഡ്ജറ്റൊക്കെ ആയിരിക്കും, എന്നാൽ ആ സിനിമ ചെയ്യണമെന്നുണ്ട്. സാറിപ്പോൾ ഒരുപാട് വിജയ ചിത്രങ്ങൾ ചെയ്തു. അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ എന്നല്ല, ഏതൊരു ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ അസൂയ എന്നൊരു സംഭവം അത് നമ്മൾ നിസാരമായി അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയരുത്. അതിനെ വളരെ നമ്മൾ കരുതലോടെ തന്ത്രപരമായി തന്നെ ഡീൽ ചെയ്തില്ലെങ്കിൽ നമ്മളെ ജീവിതം തന്നെ തകർന്നു പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം ഹിറ്റാവുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഈ അസൂയാലുക്കളെയൊക്കെ സാർ ഏത് രീതിയിലാണ് സാറ് വളരെ തന്ത്രപരമായി ടാക്ടിക്കലി സാർ ഡീൽ ചെയ്യുന്നത്? നമ്മള് ഇപ്പൊ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ ഞാൻ തന്നെ എന്നെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും പറയും, ചോദിച്ചതേക്കും അറിയാം. നമ്മൾ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് പോകാത്തൊരു മനുഷ്യനാണ്. എൻ്റെ കാര്യം ഞാനൊരു ഇത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്താക്കണ ഏത് ടെക്നീഷ്യനാണെങ്കിലും ആർട്ടിസ്റ്റാണെങ്കിലും എല്ലാം അറിയാം. നമ്മൾ അവരുടെ അടുത്തൊരു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുത്തിരിക്കും, ഒരു കംപ്ലൈൻറ്റും ഇല്ല. നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാനോ ഒരു ഇതിലും പോകാതെ ഭംഗിയായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിൽ കൂടി ഈ പറഞ്ഞ രീതിയിൽ ഒരാൾ ഇപ്പോൾ ഒരു ഓട്ട മത്സരത്തിനാണ്, ഒരുത്തൻ ആദ്യം ഓടിയെത്തി ഏറ്റവും പുറകെ എടുക്കണമെന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ അടുത്ത് എന്തായാലും ഒരു അസൂയ ഉണ്ടാവും, പിന്നെ എന്തോ ഓട്ടമാണ് ഓടിയെന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണത്, നമുക്കതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദൈവഭക്തനാണ്, മനസ്സിലായില്ലേ. സ്ഥിരമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, ഇഷ്ടംപോലെ ചാരിറ്റി ഞാൻ ചെയ്യുന്നു. ഇപ്പം ഞാനത് ഇതുവരെയായിട്ട് ആരെങ്കിലും യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ചാനലുകാരെ കൊണ്ടുപോയിട്ട് ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. ഇപ്പം എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കറിയാം നമ്മളിതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പവറുണ്ട് എപ്പോഴും, അത് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ എന്താണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോകണം, അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏതായാലും സാർ ആട്3 വലിയൊരു ഹിറ്റ് ആവട്ടെ. ഹാട്രിക് എല്ലാം കഴിഞ്ഞു അല്ലേ? ഹാട്രിക് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഷാജി പാപ്പനും പിള്ളേരും നമ്മളെയൊക്കെ ചിരിപ്പിക്കാനായിട്ട് ഇപ്പോൾ മാർച്ച് 19 തന്നെ എത്തട്ടെ. ഇപ്പൊ ശരിക്കും നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് പറയുക, തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ 2 കൈയും നീട്ടി സ്വീകരിക്കണം. നല്ല ഇഷ്ടം. ഇപ്പൊ ഈ റിവ്യൂവേഴ്സിന്റെ ഒക്കെ ഇതാണല്ലോ ഏറ്റവും ടെൻഷൻ. അവർക്കൊക്കെ ആ സമയത്ത് ഒരു നല്ല മനസ്സിൽ നല്ല ബുദ്ധി തോന്നണേ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഞാൻ പോലും പല ദുബായിൽ സിനിമ കാണുന്നതിന് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പല ആൾക്കാരുടെ ഞാൻ ഇപ്പം അശ്വിൻ ഗോക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു നോക്കും. ഒരു സിനിമ വലിയ സിനിമയൊക്കെ റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് അടിച്ചു നോക്കും, അശ്വിൻ ഗോക്കിൻ്റെ ഇതിൽ പോയിട്ട് നോക്കും, വന്നിട്ടില്ല, അപ്പോൾ വീണ്ടും നോക്കും. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ ഞാനത് കേൾക്കും. ചില ആൾക്കാരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചിന്താഗതി പോലെ ഏകദേശമൊക്കെ ഇതാകുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് നല്ലതാണ് ചീത്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റണില്ല, പക്ഷെ നമ്മളും അത് ചെയ്യുന്നുണ്ട്. ഏതായാലും താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട്.